ശാന്തി യാത്രയ്ക്ക് പാനൂരിലേക്ക് പോകുന്ന വഴിയാ. ഇവിടെ ഒന്ന് ഇറങ്ങി ഫ്രഷ് ആയിട്ട് പോകാന്ന് കരുതി. സിറിയൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു സാറ് വരുന്ന കാര്യം. ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഭാരതിയെ കാണാതെ എന്ത് ശാന്തി യാത്ര തോമസേ. പിന്നെ കൊളസ്ട്രോൾ കൂടിയത് കാരണം വെയിൽ കൊണ്ടൊന്നും നടക്കാൻ പറ്റില്ലെന്ന് നീ ആ വേണുഗോപാലിനോടൊന്ന് പറയണം. മീറ്റിംഗ് ഞാൻ പങ്കെടുക്കാം. ശാന്തി യാത്രയിൽ യുവരക്തങ്ങൾ പങ്കെടുക്കട്ടെ. ഞാനൊന്ന് മയങ്ങാൻ പോവാ. നിങ്ങളെല്ലാരും ഗസ്റ്റ് ഹൗസിലേക്ക് വെച്ചോളൂ. 1 മണിക്കൂർ കഴിഞ്ഞ് വണ്ടി വിട്ടാൽ മതി. ഈ സാറിന്റെ ഒരു കാര്യം ഇത്രയൊക്കെയായിട്ട് ആർത്തി തീർന്നില്ലേ? ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ നമ്മൾ കോഴിക്കോട്ടുകാർ പറയാം അല്ലേ? മാഡം, ഒരു ഗസ്റ്റ് ഉണ്ട്. മെയിൽ ഓർ ഫീമെയിൽ? ഫീമെയിൽ ആണ്. ഞാൻ പ്രതീക്ഷിച്ച ആളാണെങ്കിൽ സാറിന്റെ ശാന്തി യാത്ര ഇന്ന് മുടങ്ങും. ഞാൻ വിചാരിച്ച ശാന്തി യാത്ര ഇനിയും സംഘടിപ്പിക്കാം. പക്ഷേ ഇത് കിട്ടുമ്പോഴല്ലേ കിട്ടൂ ഭാരതി. ഓ കൊച്ചു കള്ളൻ. ഞാൻ പോയി നോക്കിട്ട് വരാം. ഞാൻ വിളിച്ചിരുന്ന എത്തുന്ന തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതെന്റെ ജീവിത പ്രശ്നമല്ലേ മാഡം, വരാതിരിക്കാൻ പറ്റൂ? മോളുടെ ഭാഗ്യാണെന്ന് കരുതിയാൽ മതി. ഞാൻ പറഞ്ഞാൽ എത്തിയിട്ടുണ്ട്. ഇനി മോൾ നേരിട്ട് സംസാരിച്ചാൽ മതി. അത് വേണം മാഡം. വലിയ ആൾക്കാരുമായി സംസാരിക്കാൻ എനിക്ക് പേടിയാവുന്നു. അടുത്തിടപഴകി കഴിയുമ്പോ പേടിയും നാണം ഒക്കെ മാറും. പിന്നെ സാറാണെങ്കിലോ നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. മോള് വാ. ഇതാണ് സർ ഞാൻ പറഞ്ഞ പുതിയ കുട്ടി. നമസ്കാരം. ഇത്രയും ഭംഗിയുണ്ടായിട്ട് ഇതുവരെ ജോലി കിട്ടിയില്ലെന്നോ? ഭംഗിയും ജോലിയായിട്ട് എന്ത് ബന്ധമാണ് സാറേ? ഇത്രയും കാലത്തെ എന്റെ രാഷ്ട്രീയ അനുഭവം വെച്ച് പറഞ്ഞു പോയതാണേ. കുട്ടിയിരിക്കണം. സാറ് സർട്ടിഫിക്കറ്റ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഞാനിങ് എത്താം. കുട്ടിയുടെ പേര് പറഞ്ഞില്ല. അഞ്ജിത വർമ്മ. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തുടങ്ങിയതാ എന്റെ രാഷ്ട്രീയ ജീവിതം. അടിയും കുത്തും ജയിൽവാസം ഒക്കെ കഴിഞ്ഞ് ഇന്ന് ഈ ഉന്നത പദവിയിലെത്തിയിട്ടും പഴയ കാര്യങ്ങളൊന്നും മറക്കാത്ത ഒരു നേതാവാണ് ഞാൻ. പാവപ്പെട്ടവരെ ഉള്ളഴിഞ്ഞ് സഹായിക്കാൻ മാത്രമേ ഞാനിതുവരെ ചെയ്തിട്ടുള്ളൂ. കുട്ടിയുടെ കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ ഭാരതി എന്നോട് പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച തന്നെ ഒരു സ്യൂട്ടബിൾ പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്യാൻ ഞാൻ സെക്രട്ടറിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് സർ. നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തിനോടാ. ഭാരതി എല്ലാം പറഞ്ഞിട്ടില്ലേ? എല്ലാം ഭാരതി പറഞ്ഞിട്ടുണ്ടാവല്ലോ. ഭാരതി. അയ്യോ, എന്താ എന്താ സാർ? ബ്യൂട്ടി പാർലറിന്റെയും മസാജ് പാർലറിന്റെയും നടത്തിപ്പുകാരിയായ ഭാരതി മേനോന് രാജകൊട്ടാരത്തിന് തുല്യമായ ബംഗ്ലാവ്, ബംഗ്ലാവിന്റെ ഉള്ളറകളിൽ തരുണിമണികൾ, സന്ദർശനത്തിനെത്തുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ. എന്നാലും ഇവർക്കൊക്കെ എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടുന്നു മഹേഷ്? ധൈര്യം കാട്ടിയത് അഞ്ജിതയല്ലേ? ഭരണകൂടത്തിന്റെ പിൻബലവും പണവും ഉണ്ടെങ്കിൽ ഈ മഹേഷിനും ആവാം എന്തും. ഏതായാലും നേതാവിന്റെ കരണത്തിട്ട് പൊട്ടിക്കുന്ന ആ ചിത്രം നല്ല ഫോക്കസ് തന്നെ കിട്ടി. അവിടുന്ന് തടിയും കൊണ്ട് രക്ഷപ്പെട്ടത് ഭാഗ്യം. മഹേഷ് പ്രിന്റുകൾ റെഡിയാക്കി എഡിറ്ററിന്റെ റൂമിൽ എത്തുമ്പോഴേക്കും ഞാനും മാറ്റർ റെഡിയാക്കാം. ഓക്കെ.
നീ ഒരു ഭാര്യയാണ്. നാണമില്ലേ നിനക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ? ഭാര്യ, ഭർത്താവ് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് നിനക്ക് പറയാൻ കഴിയോ? വേണ്ട, എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. നിന്റെ കാര്യം, നിന്റെ മാത്രം കാര്യം. ഇതൊരു വീടാണ്. നിനക്കൊരു അച്ഛനുണ്ട്, പിന്നെ ഈ ഞാൻ. നിനക്കാരും വേണ്ട, ആരോടും ഒരു ഉത്തരവാദിത്വം വേണ്ട, മാനവും മര്യാദയും ഒന്നും ഒന്നും വേണ്ട. എന്നാലും നിനക്ക് എങ്ങനെ എന്റെ മുഖത്ത് കൈവയ്ക്കാൻ കഴിഞ്ഞു? നാണമില്ലാതെ നിൽക്കുന്നു. ആ ഭാരതി മേനന്റെ ഇൻഫ്ലുവൻസ് മഹേഷിന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്ന് വെച്ച് നമുക്കത് വെറുതെ വിടാൻ പറ്റുമോ? എഡിറ്റർ പറഞ്ഞിട്ടുള്ളത് നമുക്കതൊരു സെൻസേഷണൽ ഇഷ്യൂ ആയി എടുക്കണമെന്നാണ്. മറ്റു പത്രക്കാർക്ക് വായമുടി. നമുക്ക് നമ്മുടെ പ്രോബ് ഉണ്ടല്ലോ, ഒന്ന് കളിച്ചു നോക്കാം. എന്തായാലും ഞാൻ ആ കുട്ടിയെ കണ്ടുപിടിക്കും. ആവേശമൂത്ത് ഓടിക്കേറി ആപത്തൊന്നും വരുത്തരുതേ. അതിനെനിക്ക് കൂട്ടിന് മഹേഷ് ഉണ്ടല്ലോ. അയ്യോ സമയം, ഞാൻ പോട്ടെ മഹേഷ്. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? നോ താങ്ക്സ്. See you tomorrow morning. Bye bye. ബൈ. എനിക്കൊന്നും പറയാനില്ല. എന്നെ വെറുതെ വിട്ടേച്ചാ മതി. അങ്ങനെ പറയരുത്. നോക്ക്, ഞാൻ നിന്റെ സ്വന്തം ചേച്ചിയാണെന്ന് വിചാരിക്ക. നമ്മൾ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയണ്ടേ? അവരൊക്കെ വലിയവരായിരിക്കും, മന്ത്രിയോ MLA ഒക്കെ. പക്ഷേ നമ്മുടെ പ്രശ്നം നമ്മുടെ ജീവിതമാണ്, മാനവും അഭിമാനവുമാണ്. സത്യം പുറത്തുള്ളവർ അറിയണം, തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം. എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ അവരെന്നെ കൊല്ലും. ഞാനൊന്നും പറയില്ല. നോക്കുമോളെ, തെറ്റ് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ശിക്ഷ കൊടുക്കണം. നമ്മൾ മിണ്ടാതിരുന്ന പിന്നെയും പിന്നെയും അവർ നമ്മളെ കഴുകന്മാരെ പോലെ കൊത്തിപ്പറിക്കും. അങ്ങനത്തെ ജീവിതത്തെക്കാൾ നല്ലത് തെറ്റ് വീഴുന്ന ഓരോ പെൺകുഞ്ഞിനെയും അപ്പൊ തന്നെ കഴുത്തിഞ്ഞിട്ട് കൊല്ലുന്നതല്ലേ. എന്താ ഞാൻ പറയാം, എന്റെ ചേച്ചിയാണല്ലോ, എനിക്ക് വിശ്വസിക്കാമല്ലോ. തീർച്ചയായും എല്ലാ ചേച്ചിയോട് പറയാം. അച്ഛനെയും സഹോദരങ്ങളെയും മാത്രം തിരിച്ചറിഞ്ഞ പെൺകുട്ടി, നന്മയുടെയും നൈർമല്യത്തിന്റെയും പ്രതീകമായ കുട്ടി എത്ര വേഗം നീർക്കുമുള്ള പോലെ വീണു തകർന്നു. നരഭോജികളെ പോലെ അവളുടെ ശരീരത്തെ പിച്ചു ചീന്തിയവർ നാടിന്റെ സംരക്ഷകരും വഴികാട്ടികളുമാണെന്ന് തിരിച്ചറിയുമ്പോ, അവർക്ക് മാന്യതയുടെ അഴകാർന്ന മുഖംമൂടികൾ ഉണ്ടെന്നറിയുമ്പോ, ഇല്ല, അടഞ്ഞ വാതിൽ പഴുതിലൂടെ അരിച്ചിറങ്ങുന്ന പെണ്ണിന്റെ രോധനം. പറയൂ. ഒരു പത്രം കയ്യിലുണ്ടെന്ന് വെച്ച് എന്തുമാകാമെന്നാണോ? സത്യസന്ധമായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിൽ പണ്ടുണ്ടാവും. എതിരാളികൾ പലതും പറഞ്ഞു എന്ന് വരും എന്ന് വെച്ച് വായനക്കാരെ ഇക്കിളിപ്പെടുത്തുന്ന ഇത്തരം പരിപാടി ഉണ്ടല്ലോ, അത്ര നല്ലതല്ല. ഓർത്തോ, പ്രതിസ്ഥാനത്ത് കാണുന്ന വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണ് ഇത്രയും സത്യസന്ധമായ റിപ്പോർട്ട് തന്നത്? അഞ്ജിത വർമ്മ. അഞ്ജിത വർമ്മ? ഓ, അഞ്ജിത വർമ്മ. എവിടെയാണ് നിന്റെ പുന്നാരമോൾ അഞ്ജിത വർമ്മ? ആരാ നിങ്ങളൊക്കെ? ആരാ നിങ്ങൾ? പോയി നോക്കണം. അവരോട് ഇല്ലല്ലോ. വീട്ടിൽ കയറി ഇത്രയും വലിയ അതിക്രമങ്ങൾ കാണിച്ചിട്ടും ആ SIയുടെ പ്രതികരണം കണ്ടില്ലേ മഹേഷ്? സത്യത്തിൽ അയാൾ എന്നെയും കൂടി കളിയാക്കുകയല്ല ചെയ്തത്. വേണമെങ്കിൽ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോയിക്കോളാൻ. നോക്കാം. അയാൾ നടപടിയൊന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് ഹയർ ഓഫീസേഴ്സിനെ കാണാം. ഇവിടെ നാട്ടിൽ ഒരു SI മാത്രമല്ലല്ലോ ഉള്ളത്. അച്ഛനും ചേച്ചിക്കും ഉപദ്രവം ഏൽക്കേണ്ടി വന്നത് ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു. അഞ്ജിത വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. ഒന്നുമില്ലെങ്കിലും നമുക്ക് പത്രങ്ങളുണ്ടല്ലോ. ഇനി അതൊക്കെ ഓർത്തിട്ട് എന്താ കാര്യം? എല്ലാം അച്ഛന്റെ പുന്നാരമോള് കാരണ. വളം വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അച്ഛൻ തന്നെ അനുഭവിച്ചു.
നിനക്ക് ശേഷം ഒരാൺകുഞ്ഞ് വേണമെന്നായിരുന്നു പ്രാർത്ഥന. പക്ഷെ പെണ്ണാണെന്നറിഞ്ഞിട്ടും വിഷമം തോന്നിയില്ല. പിന്നെ വളർന്നു വലുതായപ്പോ ഒരാണിനേക്കാൾ കരുത്തും തന്റേടോ എന്റെ മോൾക്കുണ്ടെന്ന് കണ്ടു. ഞാനതിൽ സന്തോഷിക്കുകയും ചെയ്തു. ഞാൻ അച്ഛനെ കുറ്റം പറയും. കയറൂരി വിട്ടതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ എന്റെ മോള് പൊരുതുന്നത് എന്ന് ഓർത്ത് ഒരുപാട് അഭിമാനിച്ചിട്ടുണ്ട് ഈ അച്ഛൻ. പക്ഷേ ഇപ്പൊ എനിക്ക് തെറ്റുപറ്റുമെന്ന് തോന്നുക. മഹാത്മാക്കൾ പോലും പരാജയപ്പെട്ടെടുത്ത് എന്റെ മോൾക്ക് എങ്ങനെ ജയിക്കാൻ കഴിയാ? എന്നാലും പങ്കജാക്ഷ, അവളുടെ മനസ്സിൽ മറ്റൊരു ചേച്ചേ സാറെന്താ കുട്ടികളെ പോലെ ഇതുപോലൊരു ബന്ധം? കാര്യങ്ങളൊക്കെ ശരി തന്നെ. അവർക്ക് പൊന്നു വേണ്ട, പണം വേണ്ട, ചടങ്ങുകളും വേണ്ട. എന്നാലും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഏതായാലും ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് നമുക്കിതങ്ങോട്ട് ഉറപ്പിക്കാം. അച്ഛൻ ഉറങ്ങിയില്ലേ ഇതുവരെ? ഉറക്കം വരുന്നില്ല മോളെ. ഓരോന്ന് ആലോചിച്ച് പോവാ. അച്ഛൻ വിഷമിക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. എന്തു തന്നെയായാലും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാനിപ്പോ ആലോചിക്കുന്നത് മറ്റൊരു കാര്യ. അതെന്താ അച്ഛ? വേറൊന്നുമല്ല, നിന്റെ വിവാഹക്കാരൻ തന്നെ. വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമാണോ അച്ഛ ഇത്? മോളെ, സമയം കുറെ കടന്നുപോയെന്ന് അച്ഛന് തോന്നുന്നത്. എന്തായാലും മോൾക്ക് ചേരുന്നയാളെ തന്നെയാണ് അച്ഛൻ കണ്ടുവച്ചിട്ടുള്ളത്. എന്താ? സോ ഹരി വേർഡ്സ് അഞ്ജിത വർമ്മ. അഞ്ജിത വർമ്മ. നിങ്ങൾക്കറിയോ അവൾ ആരാണെന്ന്? അപ്സര കന്യകമാരെ വെല്ലുന്ന സുന്ദരി, മോർ ബ്യൂട്ടിഫുൾ ദാൻ മൊനാലിസ. അവൾ എന്റേതാവാൻ പോകുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, സെലിബ്രേറ്റ് ആൻഡ് എൻജോയ്. Cheers! എന്താ മോളെ? അച്ഛൻ വിവാഹത്തെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് മഹേഷിനെയാണ്. മഹേഷിന്റെ കാര്യം അച്ഛൻ അറിയാവുന്നതല്ലേ? എല്ലാ അച്ഛനറിയാം. പക്ഷേ ഇന്നുവരെ എന്റെ മോളുടെ ഏതെങ്കിലും ഇഷ്ടത്തിന് അച്ഛനെ എതിർന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഇപ്പൊ അച്ഛനത് വേണ്ടി വന്നു. അതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അച്ഛൻ തന്നെയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അതേ മോളെ, ശരിയാ. കാലം ഈ അച്ഛനെ അത്തരത്തിൽ മാറ്റിക്കളഞ്ഞു എന്ന് പറയുന്നതാവും ശരി. എന്റെ മോൾ അനീതിക്കെതിരെ പത്രത്തിൽ എഴുതിയെന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ വലിയമാര് വന്ന് നിന്റെ ചേച്ചിയെ നാൻവിടുത്തില്ലേ? നിന്റെ പത്രക്കാർക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? പോലീസ് പരാതി കൊടുത്തില്ലേ? ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? മതിയായി. ഇവന്മാരോടൊക്കെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പക കിട്ടണമെന്നുണ്ട്. ചേച്ചിയുടെ അനുഭവം മോൾക്കറിയാലോ. അങ്ങനെ ഒരു അനുഭവം നിനക്ക് കൂടി ഉണ്ടായാൽ ഈ അച്ഛൻ ഒരിക്കലും അനുവദിക്കില്ല. എന്തിനും പണവും സ്വാധീനവും വേണം. അങ്ങനെ ഒരാളെയാണ് എന്റെ മോളെ ഏൽപ്പിക്കാൻ പോകുന്നത്. മോളെ, നിന്റെ സുരക്ഷിതത്വമാണ് ഈ അച്ഛൻ നോക്കുന്നത്. ഇനി അച്ഛൻ ഒന്നേ പറയാനുള്ളൂ, മോളെ സമ്മതിക്കണം. ഈ അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടി സമ്മതിക്കില്ലേ കുട്ടി?